നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3 സീറ്റുകളിൽ ബി.ജെ.പി ഐതിഹാസിക വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ബി.ജെ.പി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്റർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരത്തിലൂടെ സഞ്ചരിച്ച് ചെർപ്പുളശ്ശേരി റോഡ് വഴി ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരാണ് വിജയാഘോഷത്തിൽ പങ്കെടുത്തത്. ബി.ജെ.പിയുടെ അക്കൗണ്ട് ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയെന്ന് അവകാശപ്പെട്ട ഇടത് വലത് മുന്നണികൾക്കുള്ള ശക്തമായ മറുപടിയാണ് മൂന്നിടത്തെ ഈ താമര വിരിയലെന്ന് പ്രകടനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തുള്ളി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു താമര പോലും വിരിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇവിടുത്തെ വലതിന്റെയും ഇടതിന്റെയും നെഞ്ചത്തടിച്ചുകൊണ്ട് ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ 3 പൊൻ താമര വിരിഞ്ഞിരിക്കുകയാണ്. ആ താമര വിരിഞ്ഞതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇന്ന് ഒറ്റപ്പാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, കേരളം 9.5 വർഷക്കാലം കട്ടുമുടിച്ച കുട്ടിച്ചോറാക്കിയ ഓരോ ഭരണാധികാരിയായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞു, കേരളത്തിൽ ഒരു താമര വിരിയില്ല, ഞങ്ങൾ വിരിയിപ്പിക്കില്ല എന്ന് പറഞ്ഞു. കേരളത്തിന്റെ കട്ടുമുടിപ്പിച്ച വിദ്യാഭ്യാസത്തെ കട്ടുമുടിപ്പിച്ച് കുട്ടിച്ചോറാക്കിയ ശിവൻകുട്ടി പറഞ്ഞു, ഞങ്ങൾ ഇവിടെ പൂട്ടി ഇവിടെ ഒരു താമര വിരിയില്ല, കേരളത്തില് താമര വിരിയുന്നത് ചെളിക്കുണ്ടിലാണെന്ന് പറഞ്ഞ ശിവൻകുട്ടി ഇവിടെ എ റഹീം പറഞ്ഞു, ഞങ്ങൾ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിട്ടുണ്ട് കേരളം. ഈ കേരളത്തിൽ ഒരു താമര വിരിയണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളെ രാജിവെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരൂ എന്ന് പറഞ്ഞ ആ എ റഹീമിന്റെ മുഖത്ത് അടിയേറ്റുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ 3 താമര വിരിഞ്ഞിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പി അനിവാര്യമായ ശക്തിയായി മാറിയതിന്റെ തെളിവാണ് ഈ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സ്വരൂപ് കളവം, കൃഷ്ണകുമാർ, എസ്.സി. മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോദ്, പാലപ്പുറം ഏരിയ പ്രസിഡന്റ് ശശി തേക്കിൻകാട്ടിൽ, ഒറ്റപ്പാലം നഗരസഭയിലെ കൗൺസിലർമാരടക്കം നിരവധി പേർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കാളികളായി.